നമസ്കാരം, ഞാൻ ഡോക്ടർ അജന്ത. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. എന്തുകൊണ്ട് ഇത് സ്പെഷ്യൽ ആയതെന്ന് ചോദിച്ചാൽ, എൻ്റെ അഭിപ്രായത്തിൽ ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് ഇനി ഒരിക്കലും ആരും പറയാൻ പാടില്ല. ടോപ്പിക്കിന് മറ്റൊന്നുമല്ല, മെനോപോസ്, ആർത്തവ വിരാമം. ഇതെന്തേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം അല്ലേ? ഇത് പൊതുവെ സ്ത്രീകൾക്കല്ലേ വരുന്നത്, എന്തിനാണ് ഇത് പുരുഷന്മാർ അറിഞ്ഞിരിക്കുന്നത്? കാരണം ഇതിൻ്റെ കോൺസിക്വൻസസ്, ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നവർ ആ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചായിരിക്കും. ഒരിക്കലും ആ മെനോപോസിലൂടെ കടന്നു പോകുന്ന സ്ത്രീ മാത്രമല്ല ഇതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, ആ വീട്ടിലുള്ള കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഇതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നല്ലേ? ശരിക്കും മെനോപോസ് എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. മെനോപോസ് അഥവാ ആർത്തവ വിരാമം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും ആദ്യം ഒരു സ്ത്രീ കൗമാരപ്രായം ആകുമ്പോൾ തന്നെ അവളുടെ ഫസ്റ്റ് മെൻസസ് വരും. അത് കഴിഞ്ഞിട്ട് എല്ലാ മാസവും ഒരു സൈക്കിൾ പോലെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു 45-50 വയസ്സ് ആവറേജ് ആവുന്ന സമയത്ത് ഈ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ആർത്തവം എന്നേക്കുമായി നിൽക്കും. ഈ മെൻസസ് എന്നേക്കുമായി നിൽക്കുന്നതിനെ പറയുന്നതാണ് ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസ് എന്ന് പറയുന്നത്. ഈ മെനോപോസ് നടക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ ശരീരത്ത് ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ അവരെ ബോത്ത് ഫിസിക്കലിയും മെൻ്റലിയും വളരെ കാര്യമായി തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെന്നല്ലോ, ഫസ്റ്റ് ഈ മെൻസ്ട്രേഷൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ, സ്ത്രീയുടെ ശരീരത്തിൽ 2 അണ്ഡാശയങ്ങളുണ്ട്. ഈ 2 അണ്ഡാശയങ്ങളുടെയും പ്രവർത്തനം നിൽക്കുക എന്നാണ്. ഈ അണ്ഡാശയമാണ് സ്ത്രീ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളുകൾ. അപ്പോൾ ഈ ഹോർമോൺസിൻ്റെ അളവ് അതുകൊണ്ട് കുറയും ഈ മെൻസ്ട്രേഷൻ നിൽക്കുന്ന സമയത്ത്. ആ സമയത്ത് ഈ ഹോർമോൺസിൻ്റെ അളവ് കുറയുകയും, അങ്ങനെ ആ ഹോർമോൺസിൻ്റെ അഭാവമാണ് ഇത്തരത്തിലുള്ള ചേഞ്ചസ് സ്ത്രീകൾക്ക് കൂടുതലും വരുത്തി വയ്ക്കുന്നത്. ഫസ്റ്റ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി ചൂട് തോന്നും. അതായത് മറ്റുള്ള ആളുകൾ തണുക്കുന്നു അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് ഇത് ചൂട് ക്ലൈമറ്റ് അല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും ആ സ്ത്രീ പറയും, ഇല്ല എനിക്ക് ഭയങ്കരമായി ചൂടെടുക്കുന്നു, പരവേശം എടുക്കുന്നു, അല്ലെങ്കിൽ വെപ്രാളം എടുക്കുന്നു, അല്ലെങ്കിൽ അവരിങ്ങനെ വേർത്ത് കൊട്ടിക്കൊണ്ടേയിരിക്കും. അതായത് ചിലപ്പോൾ ചില സ്ത്രീകൾ ഈ സമയങ്ങളിൽ 3-4 തവണയൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് വെള്ളം ദേഹത്ത് ഒഴിക്കാനായിട്ട് വ്യഗ്രത കാണിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് അവരുടെ ദേഹത്ത് അത്രയും അധികമായിട്ട് ചൂടേക്കുന്നത് കൊണ്ടാണ് ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്നത്. ഇതും ഈ ഒരു ചേഞ്ചസ് അവരെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും. അവരെ ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നമുക്ക് എപ്പോഴും നമ്മൾക്കൊരു അടച്ചിട്ട റൂമിൽ ഫാനൊന്നും ഇല്ലാതെ ഭയങ്കര ചൂട് കാലാവസ്ഥയിൽ ഒരു ഉച്ച സമയത്ത് ഇരിക്കേണ്ടി വരികയാണെങ്കിൽ തന്നെ നമുക്ക് എന്തൊരു അസ്വസ്ഥതയല്ലേ. അപ്പം നോർമലി അവരെന്ത് ചെയ്താലും ഈ ഒരു ചൂട് അവസ്ഥ അവർക്കുണ്ടാവുക എന്ന് പറയുന്നത് എത്ര ഇറിറ്റേറ്റിംഗ് ആണ്. അവരുടെ ഒരു റുട്ടീൻ കാര്യത്തിലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും അങ്ങനെ അവർക്ക് ഈ അസ്വസ്ഥതകൾ തോന്നുകയും ചെയ്യും. ഇതൊന്ന്. രണ്ടാമത്, അവർ മൂഡ് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. അതായത് ഇതുവരെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, അത് മെഡിക്കലിയും നോൺ മെഡിക്കൽസ് സംസാരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അതായത് മെൻസ്ട്രേഷൻ്റെ സമയത്ത് സ്ത്രീകളിൽ ഏൽക്കുന്ന മൂഡ് ഫ്ലക്ച്വേഷനും, അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞ സമയത്തൊക്കെ ഒരു സ്ത്രീക്കുണ്ടാവുന്ന മെൻ്റൽ ചേഞ്ചസ്, അവരുടെ മാനസിക നിലയിലുള്ള അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയിലുള്ള വ്യത്യാസങ്ങൾ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിനേക്കാളും ഒക്കെ തീവ്രമായൊരു മൂഡ് ഫ്ലക്ച്വേഷനാണ് ഈ മെൻസ്ട്രേഷൻ നിൽക്കുന്ന സമയത്ത് സ്ത്രീകളിൽ കണ്ടുവരുന്നത്. ശരിക്കും ഈ പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ മെൻസ്ട്രേറ്റിംഗ് ഫീമെയിൽസിലൊക്കെ അല്ലെങ്കിൽ ടീനേജേഴ്സിലൊക്കെ ഈ മെൻസ്ട്രേഷൻ വരുന്ന സമയത്തിലൊക്കെ അവരെയൊക്കെ കെയർ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ മെൻസ്ട്രേഷൻ നിൽക്കുന്ന സ്ത്രീകളെ എൻ്റെ അറിവിൽ അത്രയ്ക്കധികം ആളുകളുടെ ഒരു കെയർ കിട്ടാറില്ല പലപ്പോഴും. കാരണം ആ ഒരു 45 വയസ്സ് വരെ അല്ലെങ്കിൽ അവരുടെ ആ മെൻസ്ട്രേഷൻ നിൽക്കുന്ന പ്രായം വരെ അവർ മാക്സിമം മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിൾ, നമ്മുടെ അമ്മമാരെ തന്നെ ചിന്തിച്ചാൽ അറിയാം. നമ്മുടെ അമ്മമാർ അവരുടെ അവർക്കിപ്പോൾ ഭയങ്കര ശക്തമായ പനി വന്നു,
അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വല്ലാത്ത അസുഖങ്ങൾ അല്ലെങ്കിൽ വയ്യാഴികളൊക്കെ വന്നാൽ പോലും അവരവരുടെ അസുഖങ്ങൾ മറന്നുകൊണ്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടേതായ കടമകൾ അല്ലെങ്കിൽ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ എന്നവർ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഈ മെനോപോസിൻ്റെ സമയത്ത് അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒന്നാമത് ഈ ഹോട്ട് ഫ്ലഷ് തന്നെ, ചൂട് വെപ്രാളമൊക്കെ എടുക്കുക. രണ്ടാമത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ്, അതായത് എല്ല് തേയ്മാനം. ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് എല്ല് തേയ്മാനം നടക്കുന്ന ഒരു പ്രായം കൂടിയാണ് ഈ മെൻസ്ട്രേഷൻ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയം കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ D3യുടെ ഡിമാൻഡ് ഭയങ്കര കൂടുതലായിരിക്കും. കറക്റ്റായിട്ടുള്ള അളവിൽ കാൽഷ്യം ഉള്ളിൽ ചെല്ലണം, അല്ലെങ്കിൽ റെഗുലറായിട്ടുള്ള വ്യായാമം ആ സമയം വേണം, അവരുടെ ശരീരപ്രകൃതി ഫിറ്റ് ആയിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവരുടെ ബോൺ ഡെൻസിറ്റി, എല്ലുകളുടെ ആ തിക്നെസ് കുറയാനും അവർക്ക് തേയ്മാനത്തിൻ്റെ അസ്വസ്ഥതകൾ തോന്നിത്തുടങ്ങാനും ഉള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്തിൽ അവർക്ക് ശാരീരികമായിട്ടുള്ള വേദനകളുണ്ടാവും. ഓരോ സമയത്തിൽ ഓരോരോ ജോയിൻസിൽ അല്ലെങ്കിൽ ഓരോരോ മസിൽ പാർട്ടുകളിലൊക്കെ അവർ വേദന പറയും. ഈ സമയത്തും എല്ലാ തവണയും ഇതിനു മുമ്പും അവർ വയ്യാതായി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ സമയത്തും അവർക്ക് എത്ര വയ്യെങ്കിലും അവരുടേതായുള്ള കാര്യങ്ങൾ അവർ നേരത്തെ പറഞ്ഞ പോലെ കടമകൾ എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ കാര്യം ആ സ്ത്രീയുടെ ഫാമിലി മെമ്പേഴ്സ് പ്രതീക്ഷിക്കും. ആൾക്ക് വയ്യെങ്കിൽ എന്താ, അമ്മയ്ക്ക് വയ്യെങ്കിൽ എന്താ, അമ്മ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വയ്യെങ്കിൽ എന്താ, അവൾ ചെയ്യാറുണ്ട്. അത് അവളുടെ ഡ്യൂട്ടിയാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഈ സമയം ഇവർ ഇമോഷണലി കൂടെ വളരെ വീക്കായിരിക്കും. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാധാരണ ടീനേജറിനോ അല്ലെങ്കിൽ ഈ മെൻസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം സൈക്കോസിസിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകളെക്കാൾ കൂടുതലേറെ ഇവരിൽ മൂഡ് ഫ്ലക്ച്വേഷൻസും ഡിപ്രഷൻസും ഒക്കെ കണ്ടുവരാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ ഒരു കാര്യത്തെപ്പറ്റി അറിവുമില്ല. അപ്പോൾ നമ്മൾ അവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കും, അവരെ സാധാരണ പോലെ തന്നെ എല്ലാം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളുന്നു. പക്ഷെ അതേസമയം ആ അമ്മ അല്ലെങ്കിൽ ഈ മെൻസസ് നിൽക്കാൻ പോകുന്ന ആ സ്ത്രീയെ നമ്മളിൽ നിന്ന് കുറേ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യും. അതായത് അവർക്ക് വയ്യാതാവുന്ന സമയത്ത്, അതായത് നമ്മളെ അവരെങ്ങനെയൊക്കെ കെയർ ചെയ്തോ ആ കെയറൊക്കെ അവർ തിരിച്ച് പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ് അവരുടെ ഈ മെനോപോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം നമ്മൾ അത്ര കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗിലൊന്നാണ്, ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ത്യജിച്ചത് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ അവർ പറയും. ആ സമയം അവരെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒന്നാണ് ഈ വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ, അതായത് ഭർത്താവാം മക്കളാവാം, ഇവരൊക്കെ തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെ ഉണ്ട് കോമൺ ആയിട്ട്. ഞങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്? കാരണം അത് അവരുടെ കുറ്റമല്ല, അവരും അറിഞ്ഞിരുന്നില്ല നമുക്ക് ഇത്രയും ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഈ അമ്മമാർക്ക് ഇത്രയും ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചാണ് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത്. ഇത്രയും സാക്രിഫൈസ് അതിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്ന് പലപ്പോഴും ഇവരാരും അറിഞ്ഞിട്ടില്ല. അത് അവരുടെ തെറ്റു മാത്രമല്ല, ഈ അമ്മമാർ അത് ആരെയും അറിയിച്ചിരുന്നില്ല എന്നുകൂടി വേണം പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു കോംപ്ലിക്കേഷൻ നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കണം. അതായത് ഈ മെൻസസ് നിൽക്കുന്ന അമ്മമാരും അതുപോലെ തന്നെ ആ അമ്മമാരുടെ ചുറ്റും നിൽക്കുന്ന അവരുടെ ഭർത്താക്കന്മാരും മക്കളും എല്ലാവരും. അപ്പോൾ ഈ ചേഞ്ചസ് വരുന്ന സമയത്ത് അവർക്ക് ഇമോഷണലി നല്ല സപ്പോർട്ട് കൊടുക്കണം. പിന്നെ അവർക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ മെൻസ്ട്രേഷൻ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തേയ്മാനം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയം കാൽഷ്യം അടങ്ങിയ ആഹാര സാധനങ്ങൾ കൂടുതലായിട്ട് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. പറ്റുന്ന രീതിയിലേക്കൊക്കെ അവരെ കൊണ്ട് വ്യായാമം ചെയ്യിച്ചിരിക്കണം. പിന്നെ അവർ ഇമോഷണലി നല്ല സ്റ്റേബിളായിരിക്കണം. ഈ സമയം അവർക്ക് പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ
പലപ്പോഴും ഈ അമ്മമാരെ നമുക്ക് നഷ്ടപ്പെടാം. അതായത് അമ്മമാരെ നഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ അവരുടെ ജീവനൊന്നും പറ്റുന്നല്ല, അവരുടെ അത്രയും കാലം ഉണ്ടായ ക്യാരക്ടറിൽ തന്നെ വ്യത്യാസം പലപ്പോഴും കണ്ടുവരാറുണ്ട്. അതായത് നമ്മൾക്ക് തന്നെ അറിയാം, ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ചില സമയം നമ്മൾ ചിന്തിക്കും, എന്തേ നമ്മുടെ അമ്മ ഇങ്ങനെ പെരുമാറുന്നേ, അല്ലെങ്കിൽ നമ്മുടെ അമ്മായിയമ്മ എന്തേ ഇങ്ങനെ പെരുമാറുന്നേ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ശരിക്കും ഇത്രയും കാലം ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ തീരെ സെൻസ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ, അല്ലെങ്കിൽ ഒരു ന്യായമല്ലാത്തൊരു കാര്യമാണല്ലോ ഇവർ പറയുന്നത്. അങ്ങനെ പലപ്പോഴും നമ്മുടെ വീട്ടിലെ ഈ ഒരു മെനോപോസ് ഏജിൽ നിൽക്കുന്ന സ്ത്രീകളെ പറ്റി നമുക്ക് ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പം അതിന് ഒരു പരിധി വരെയൊക്കെ അവരുടെ ഈ ഒരു മൂഡ് ഫ്ലക്ച്വേഷൻ ആവാം കാരണം. അപ്പം ഈ സമയത്ത് അവർക്ക് കൊടുക്കുന്ന അറ്റൻഷൻ കെയറൊക്കെ അവരുടെ ഈ ഡിപ്രഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയം അവരെ അതിജീവിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയും അവർ നമ്മളുടെ പഴയ ആ സ്നേഹമുള്ള അമ്മമാരൊക്കെ തന്നെയായിട്ട് അവരുടെ ആ ക്യാരക്ടർ വീണ്ടും നല്ല രീതിയിൽ തുടരുകയും ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹത്തിന് പ്രശ്നമൊന്നും പറ്റില്ല, പക്ഷേ ചെറിയ ചെറിയ അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രമാത്രം ആ ഒരു പ്രായം സമയത്ത് അമ്മമാരെ കെയർ ചെയ്യണം. ഈ അമ്മമാരും ഈ ഒരു ചേഞ്ച് മനസ്സിലാക്കിയിരിക്കണം. ഇതുപോലെ എപ്പോൾ ഇമോഷണലി ബുദ്ധിമുട്ട് വന്നാലും, അപ്പോൾ അതായത് നമ്മൾ നോക്കിയാൽ അറിയാം, അമ്മമാർ ഈ മെൻസ്ട്രേഷൻ നിൽക്കുന്ന സമയത്ത് ചെറിയ കാര്യങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതായിട്ട് കാണാം. ദേഷ്യപ്പെടുന്ന കണ്ടു കഴിഞ്ഞ് കേട്ട് നിൽക്കുന്നവരാണ് കരയേണ്ടത്. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ഇവർ തന്നെ അങ്ങ് പൊട്ടിക്കരയും, അല്ലെങ്കിൽ വിങ്ങി അങ്ങ് കരയുന്നതായിട്ട് കാണാം. അതായത് അവരത്രയും ഇമോഷണലി വീക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മെൻസ്ട്രേഷൻ നിൽക്കുന്ന സമയത്ത് ഇവർക്കിങ്ങനെ ഇമോഷണലി ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് മാക്സിമം അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. ഈ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ ചെറുതായിട്ടൊന്ന് വിചാരിക്കുക, ശരിയാണ്, എനിക്കിത് വിഷമം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മൂഡിനെ ഇത് വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ ഈ പ്രായത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്നെ ഇത് ഇത്രത്തോളം അഫക്റ്റ് ചെയ്തത്. ഞാനൊന്ന് ശാന്തമായി കുറച്ച് സമയത്തിന് ശേഷം ഞാൻ റിയാക്ട് ചെയ്യാം, അപ്പോൾ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരില്ല. ഒരുപക്ഷെ ഈ പ്രായത്തിലല്ലായിരുന്നു ഇതേ പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് വരില്ല എന്ന് നമ്മൾ അമ്മമാരും മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ വീട്ടിലെ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാം. അതായത് ഒരു പരിധി വരെ എൻ്റെ അഭിപ്രായത്തിൽ അമ്മായിയമ്മ പോരിൻ്റെ പുറകിലും ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മായിയമ്മ പോര് എന്നുള്ള കാര്യം ഞാൻ വെറുതെ ഒരു തമാശ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും എന്താ പറയുക, ഒരു പരിധി വരെയൊക്കെ ഈ ഒരു മെനോപോസ് എടുത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ മൂഡിനെ സ്റ്റെബിലൈസ് ചെയ്യേണ്ടത് ഒരു പരിധി വരെ അവരുടെയും അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകളുടെയും റെസ്പോൺസിബിലിറ്റിയിൽ പെടുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് മുതലെങ്കിലും നമുക്കിത് മനസ്സിലാക്കി ഈ ഒരു പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് കുറച്ചുകൂടെ പരിഗണന, കെയർ നമുക്ക് കൊടുത്തു തുടങ്ങാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.